കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് എന്താണെന്നറിയോ? കേന്ദ്ര ഗവൺമെന്റ് ശാസ്ത്രീയമായിട്ട് പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് മദ്യപാനം എന്ന് പറയുന്നത് ഒരു അസുഖമാണ്. മദ്യപാനം എന്ന് പറയുന്നത് ഒരു അസുഖം വന്നാൽ എന്താ ചെയ്യേണ്ടത്? ചികിത്സ ചെയ്യണം. അടിയൊന്നുമല്ല അതിന് ചികിത്സ ചെയ്യണം. മദ്യപാനത്തിന് കൃത്യമായ ചികിത്സയുണ്ട്, സിഗരറ്റ് വലിക്ക് കൃത്യമായ ചികിത്സയുണ്ട്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിന് കൃത്യമായ ചികിത്സയുള്ള സംസ്ഥാനമാണ് കേരളം, രാജ്യമാണ് ഇന്ത്യ. അതാണ് നേരത്തെ പറഞ്ഞത്. വിമുക്തി എന്ന പരിപാടിയുടെ ഭാഗമായി ഈ നാട്ടിൽ ആരെങ്കിലും ലഹരിക്ക് അടിമപ്പെട്ടിട്ടുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാവുക? രാത്രി ഇവൻ കുടിച്ച് കച്ചറെല്ലാം ഉണ്ടാക്കും. നിങ്ങൾ എന്തെങ്കിലും പോയി പറഞ്ഞാല് അപ്പോ ഭാര്യന്റെ തലയെ തൊട്ട് ഇവൻ പറയൂ, മക്കളാണ് പറ്റിയത് പറ്റി, നാളെ മുതൽ ഞാൻ ഒന്നുമില്ല എന്ന് ഇവൻ പ്രതിജ്ഞ എടുക്കും. നിങ്ങൾ വേണേ കുടിയന്മാരെ ശ്രദ്ധിച്ചോ, ഭയങ്കര പ്രതിജ്ഞ എടുക്കും. പിറ്റേന്ന് രാവിലെ വീണ്ടും ഓൻ ഇതേടുന്ന കിട്ടുന്നെന്ന് പറഞ്ഞ് നോക്കി നടക്കും. അതിനെയാണ് നമ്മൾ അടിമപ്പെട്ടു, അസുഖമായി എന്ന് പറയുന്ന അവസ്ഥ. അതാണ് പിറ്റേന്ന് രാവിലെ വീണ്ടും മദ്യത്തിനെ തേടിപ്പോകുന്ന, മയക്കുമരുന്നിനെ തേടിപ്പോകുന്ന അവസ്ഥ. അങ്ങനെയുള്ള ആളുണ്ടെങ്കിൽ അവനെ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? നിങ്ങൾ ഒന്നുകിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് ഇവന്റെ അഡ്രസ് കൊടുത്താൽ ഓല് കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യും. അത് സ്വാഭാവികമായിട്ടും ഓലിക്ക് എല്ലാവരും ഒന്നും ട്രീറ്റ് ചെയ്യാൻ കഴിയില്ല. രണ്ടാമത്തത്, വിമുക്തി എന്ന പരിപാടി ഭാഗമായി താലൂക്ക് ആശുപത്രിയിൽ കൃത്യമായ ക്ലിനിക്ക് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ ആടെ എത്തിക്കണം വന. അതല്ല എങ്കിൽ കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിൽ വിമുക്തി മിഷന്റെ ഭാഗമായിട്ട് ഇതിൽ നിന്ന് മാറ്റുന്ന ചികിത്സാ സംവിധാനം കൃത്യമായിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ അവിടെ ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഇവിടെ എല്ലാം പോകുന്നത് കുറവുണ്ട് എങ്കിൽ വയനാട് പോലുള്ള സ്ഥലത്ത് പ്രൈവറ്റ് ആയിട്ടുള്ള ഇത്തരം വിമുക്തി കേന്ദ്രങ്ങൾ ധാരാളം വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ഫീസ് കൊടുക്കണം, നമ്മൾ നിൽക്കണം എന്ന് മാത്രമേ ഉള്ളൂ. കൃത്യമായി ഞാൻ ഉറപ്പു തരുന്നു, ഒരു 3 മാസത്തെ ചികിത്സയ്ക്ക് ശേഷം കൃത്യമായി ആരോഗ്യബോധത്തോടു കൂടിയുള്ള തങ്കപ്പെട്ട മനുഷ്യനെ നമുക്ക് തിരിച്ചു കിട്ടും.